മാധവേട്ടൻ എന്താണ് പറയുന്നത്? ഈ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മലയാള സാഹിത്യം വന്നിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മലയാള സാഹിത്യം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വന്നിട്ടുള്ളത് വെറും ഒരിക്കൽ മാത്രം. 1962 വി.കെ. നാരായണ മേനോൻ തകഴിയുടെ ചെമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് 1962 ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യുന്നത്. ചെമ്മീൻ പുറത്തിറങ്ങുന്ന 1956 അത് പബ്ലിഷ് ചെയ്തത് വിക്ടർ ഗൊൺസാലസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പബ്ലിഷറും ഹാർപ്പർ ആൻഡ് റോ എന്ന് പറഞ്ഞ അമേരിക്കൻ പബ്ലിഷർ. ഇത് രണ്ട് ഭാഷയാണ്, ഇംഗ്ലീഷും അമേരിക്കനും. തുടർന്നുള്ള 40 ആഴ്ച ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറിൽ ചെമ്മീനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 3 കോളം റിവ്യൂ അത് ഞാൻ വളരെ കാലത്തിന് ശേഷം ഞാൻ വായിച്ചപ്പോൾ അതിലൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. എങ്ങനെ ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ ടാഗോറിനെ പോലെ മറ്റൊരു ടാലൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം 2 കാരണങ്ങൾ. ഒന്ന് തർജ്ജമയാണ്. കാരണം മലയാളം ഒരു വിശ്വഭാഷയല്ല. മലയാളത്തിൽ വിശ്വഭാഷ ശ്രീ മുകുന്ദനാണ്. അദ്ദേഹം ഫ്രഞ്ച് പൗരനായിട്ടാണ് ജനിച്ചത്. അപ്പം അതിൽ കൂടുതൽ മലയാളത്തിനില്ല. അപ്പോൾ തർജ്ജമ ഇപ്പം ടാഗോറിൻ്റെ കേസ് തന്നെ എടുക്കുമ്പോൾ ടാഗോർ ഗീതാഞ്ജലി സ്വയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് W.B. യേറ്റ്സിനെ കാണിച്ചതിന് ശേഷമാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ 2 പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന് തർജ്ജമ, 2 പബ്ലിക്കേഷൻ. ഇപ്പം ഇറങ്ങുന്ന തർജ്ജമകളിൽ അതിൻ്റെ മാർക്കറ്റ് വെറും ഇന്ത്യ മാത്രമാണ്. അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു മീരയുടെ മാത്രം. മീര UK പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഭാഷ ഇംഗ്ലീഷാണ് പ്രധാനം. കാരണം അതിൽ കൂടി ഇപ്പം നമ്മൾ തന്നെ മലയാളത്തിലേക്ക് വിശ്വസാഹിത്യത്തെ സ്വീകരിക്കുന്ന മൂലഭാഷയെന്നല്ല, ജാപ്പനീസ് എന്നോ കൊറിയൻ ഒന്നും അല്ല നമ്മൾ സ്വീകരിക്കുന്ന അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചേർത്ത് നോക്കിയാൽ കേൾക്കുന്നില്ല തോന്നുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണ്. അപ്പോൾ ഈ തർജ്ജമ, പബ്ലിക്കേഷൻ, ഇത് 2ഉം വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെറുകഥയെക്കുറിച്ച് എനിക്ക് പറയാൻ കാരണം അത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മീഡിയ ആണ്. അതിൽ ഏറ്റവും നല്ല ഇംഗ്ലീഷിലെ ചെറുകഥകൾ വരുന്നത് ന്യൂയോർക്കർ മാസികയിലാണെന്നാണ് വെപ്പ്. അതിനോട് ഏതാണ്ട് കിടപിടിക്കുന്ന ചെറുകഥകൾ മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പക്ഷേ വലിയ പോരായ്മകളില്ലെങ്കിലും ഈ എക്സ്പോഷർ, അത് പബ്ലിക്കേഷൻ, തർജ്ജമ തുടങ്ങിയുള്ള ഒരു അവികസിത രാജ്യത്തിലെ അവികസിത ഭാഷയുടെ എഴുത്തുകാർക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും മലയാളത്തിലുണ്ട് എന്നാണ് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നത്. OV വിജയൻ തന്നെ ഖസാക്കിൻ ഇതിഹാസം എഴുതിയ ആൾ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്ന് എനിക്കറിയാം. എന്നിട്ട് പോലും സ്ട്രഗിൾ ചെയ്തെന്ന് വിജയൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷിൽ തൻ്റെ കൃതി എങ്ങനെയാണ് വരേണ്ടതിനെക്കുറിച്ച് വേറൊരു കാഴ്ചപ്പാട് വിജയനുണ്ടായിരുന്നു. അപ്പോൾ പരിഭാഷ എങ്ങനെയാണ് ഈ സാഹിത്യത്തെ യൂണിവേഴ്സൽ ആക്കുന്നതെന്നുള്ള, ഈ ലോക സാഹിത്യം എന്നുള്ള വാക്കേ ഞാൻ ഉപേക്ഷിക്കുകയാണ് മീരയ്ക്ക് വേണ്ടി, യൂണിവേഴ്സൽ ആക്കുന്നതെന്നുള്ളത്? ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് പറയേണ്ടി വരും. പറഞ്ഞു. കാരണം 1967 ഖസാക്കിൻ്റെ ഇതിഹാസം പുറത്തു വന്നപ്പോൾ ലോകത്തിൽ ഫെമിനിസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഖസാക്കിലെ രവി ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളെയും ഭോഗവസ്തുക്കളായിട്ടാണ് കണ്ടത്. 1994 വിജയൻ സ്വയം അത് ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നപ്പോൾ ഫെമിനിസം വലിയൊരു ശക്തിയായിരുന്നു. വിജയം പരിപൂർണമാക്കി 2 കാര്യങ്ങൾ മാറ്റി. ഒന്ന്, ഈ മെയിൽ ഗേസ്, ഈ പുരുഷൻ്റെ തുറിച്ചുനോട്ട് ആ നോവലിൽ മുഴുവൻ കാണാമായിരുന്നു. അത് മാറ്റി ചില വളരെ
പ്രസിദ്ധമായ രംഗങ്ങളുണ്ട്. അതായത് ഞാൻ അതിൻ്റെ തർജ്ജമ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ വലിയ മാറ്റം വന്നു എന്ന് കണ്ടെത്തിയത്. അതായത് വയലിൽ ഞാറ് നടന്ന സ്ത്രീകളുടെ മാറുകളിലേക്ക് രവി നോക്കി. ഈ പാരഗ്രാഫേ ഇല്ല. അപ്പോൾ ഇത് മറ്റൊരു പ്രശ്നമാണ്, നമ്മുടെ ഉള്ളടക്കം എത്രത്തോളം സമകാലികമാണ് എന്നുള്ളത്. ഇപ്പം അരുന്ധതി റോയ് ആദ്യം പബ്ലിഷ് ചെയ്ത് ഇംഗ്ലീഷിലാണ്, ഇൻ്റർനാഷണലായിട്ടാണ്. വളരെ അവസാനമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു. മറ്റു മൂന്നും പറഞ്ഞ ഒരു വലിയ പാക്കേജ് ആയിരുന്നു. യങ്, ഗുഡ് ലുക്കിംഗ്, കേരളം അപ്പോഴേക്കും ഒരു എക്സോട്ടിക് സ്ഥലമായിരുന്നു. ഇതെല്ലാം കൂടി വിപണി ചെയ്യപ്പെടാൻ പറ്റും. ഞാൻ അതിൻ്റെ സാഹിത്യ ഗുണം മോശമെന്നല്ല പറയുന്നത്, പക്ഷേ ഒരു പ്രസാധകൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത് വിപണി യോഗ്യമായ ഒരു പ്രോഡക്റ്റ് ആണെന്ന് അവർക്ക് തോന്നുകയും അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ സാഹിത്യത്തെ പരിപൂർണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യം, എന്തുകൊണ്ട് മലയാളത്തിലെ റാപ്പ് മ്യൂസിക് വിശ്വോത്തരമാണ്? ലോകത്തിലെ ആദ്യത്തെ 10-15 ഹിറ്റുകളിൽ ഇതിൽ 1-2 കേരള റാപ്പാണ്. ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് കുട്ടികളുടെ ഇടയിൽ ഇൻ്റർനാഷണലായി കഴിഞ്ഞു. ഇതെന്തുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ സംഭവിച്ചില്ല? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ച വേറെ വല്ല സാഹിത്യവും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഇപ്പം മാർക്കസിനും ബോർഹസിനും ഒക്കെ മുമ്പ് ലാറ്റിൻ അമേരിക്കയിലെ സ്പാനിഷ് ഭാഷ വളരെ അവികസിതമായിരുന്നു. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ സ്പാനിഷ് ഭാഷയായിരുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളിലും, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലും UK-യിലെ യൂറോപ്പിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചിരുന്നത് സ്പെയിനിലെ സ്പാനിഷ് ആയിരുന്നു. ഇങ്ങനൊരു ഭാഷയുണ്ടെന്ന് ആൾക്കാർക്ക് അറിയായിരുന്നു. കുറേ ഇപ്പോൾ കൊളംബിയ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്ഥലമാണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. കുറേ ഡ്രഗ് ലോഡ്സും കുറേ മാഫിയയും കുറേ അക്രമകാരും. ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് 50കളിൽ ബോർഹസിൻ്റെ ഒരു കഥ ന്യൂയോർക്കറിൽ അച്ചടിച്ചു വരുന്നതിൽ ലോകശ്രദ്ധ ലാറ്റിൻ അമേരിക്കയിൽ പോയി. പിന്നെ 100 years ഓഫ് സോളിറ്റ്യൂഡ് വരുത്തിയ വൻപിച്ച മാറ്റം. അപ്പോൾ ഇതിൽ കുറേയൊക്കെ യാദൃച്ഛികതയുണ്ട്, കുറേയൊക്കെ വിപണിയുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ അധികം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നോക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് ഒരു പരിമിതി മാർക്കറ്റ് തന്നെ നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വളരെ കേരളം വലിയ അഭൂതപൂർവമായ നേട്ടം നേടിയൊരു രംഗമാണ് ഇംഗ്ലീഷുകൾ തർജ്ജമ. ഇപ്പോൾ പുസ്തകം എഴുതുമ്പോൾ അതിന് സമാന്തരമായിട്ട് തർജ്ജമയും നടക്കുന്നുണ്ട്. ഏതോ ഒരാൾ തർജ്ജമയെ വേണ്ടാന്ന് ചോദിച്ച് നേരിട്ട് ഇംഗ്ലീഷിലും പുസ്തകം എഴുതി. അപ്പം ഇത് വിപണിയെ ലാക്കാക്കിക്കൊണ്ടാണ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അതിന് വലിയ ഭാവിയില്ല. ഇതിൻ്റെ ഉള്ളടക്കം ജനങ്ങളെ ആവേശഭരിത, ലാറ്റിൻ അമേരിക്ക, അരുന്ധതി റോയ്, മലയാളി റാപ്പ് ജനങ്ങളെ ലോകം മുഴുവൻ, കാരണം ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്, പെട്ടെന്ന് കത്തിപ്പടരും. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഉള്ളടക്കം ഇവിടുന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ബെന്യാമിനോട് ഞാൻ 100%, ഒരു 5 കൊല്ലമായിട്ട് ഞാൻ കുറയ്ക്കുന്നു, 10 വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം.